നമസ്കാരം. നവംബർ മാസ തുടക്കം തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാഭാഗ്യമാണ് 3 രാശികളിലായി ജനിച്ച കുറച്ചു നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. വ്യാഴവും ചന്ദ്രനും സംയോജിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഭാഗ്യം ഇപ്പോൾ വന്നു ചേരാൻ കാരണമായിരിക്കുന്നത്. വ്യാഴത്തിന് ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ 12 വർഷം വേണ്ടിവരും. ഇപ്പോൾ ഒരു വ്യാഴവട്ടക്കാലത്തിനു ശേഷം ചന്ദ്രനും വ്യാഴവും ഒരു ഒത്തുകൂടൽ നടത്തുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രാശിയിൽ ഇരുഗ്രഹങ്ങളും ഒന്നിച്ചെത്തുമ്പോഴാണ് പല രാജയോഗങ്ങളും രൂപപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒക്ടോബർ 18 വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിച്ചിരുന്നു. ഇനി ഈ വരുന്ന നവംബർ 10 ചന്ദ്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറും. ഈ സമയം നേരത്തെ തന്നെ വ്യാഴവും ഇവിടെ ഉള്ളതിനാൽ വ്യാഴവും ചന്ദ്രനും കൂടെ ചേർന്ന് ഗജകേസരി രാജയോഗം സൃഷ്ടിക്കും. നവംബർ 10 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്ന ചന്ദ്രൻ 3 ദിവസം ഇവിടെ തുടരുകയും ചെയ്യും. അതായത് നവംബർ 10 മുതൽ നവംബർ 12 വരെ ഈ ഒരു 3 ദിവസം 3 രാശികളിലായി ജനിച്ച കുറച്ച് നക്ഷത്രക്കാർക്ക് ഗജകേസരി രാജയോഗത്തിൻ്റെ ഭാഗ്യം പൂർണ്ണമായി ലഭിക്കുമെന്നർത്ഥം. ഈ ഒരു സമയം ചില അത്ഭുത ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ആ ഭാഗ്യരാശികൾ ഏതൊക്കെയെന്നും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ നവംബർ 10 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം. എല്ലാവരും നിങ്ങളുടെ പേര് നാളും ഒന്ന് കമൻറ്റിൽ കുറിക്കുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് ശത്രുദോഷമാകട്ടെ, സാമ്പത്തിക തടസ്സങ്ങളാകട്ടെ, മാനസിക വിഷമങ്ങളാകട്ടെ, ജീവിതത്തിലെ എന്തു തന്നെ പ്രതിസന്ധിയാണെങ്കിലും മഹാദേവനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിശദമായി കടക്കാം. ആദ്യമായി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക. കർക്കിടകൻ രാശിയിൽ വ്യാഴചന്ദ്ര സംയോഗം വഴി രൂപപ്പെടുന്ന ഗജകേസരി രാജയോഗം മേടൻ രാശിക്കാർക്ക് ഏറെ അനുകൂലകരമാണ്. നിങ്ങളുടെ രാശിയുടെ, അതായത് മേടൻ രാശിയുടെ 4-ാം ഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും സംയോജിക്കുന്നത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ ഒരു സംശയവും കൂടാതെ പറയാം. അത്രയേറെ ഭാഗ്യമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ വ്യാഴചന്ദ്ര സംയോഗം മൂലമുള്ള ഗജകേസരി രാജയോഗം വന്നു ചേരാൻ പോകുന്നത് ഈ വരുന്ന നവംബർ 10 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും നല്ല രീതിയിലുള്ളൊരു തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ പുതിയൊരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിലും വലിയ രീതിയിലുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യം, ഒരു അത്ഭുതം നടക്കാനുള്ളൊരു സാധ്യത കാണുന്നു. എന്തുകൊണ്ടും ഭാഗ്യസമയമാണ്. കുടുംബജീവിതത്തിൽ നല്ല ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളെല്ലാം ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ സാധിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കാനോ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടും മേടൻ രാശിക്കാർക്ക് നവംബർ 10, 11, 12 എന്നീ 3 ദിവസങ്ങൾ വളരെയധികം അനുകൂലമാണ്. വേണ്ട രീതിയിൽ കഴിവിൻ്റെ പരമാവധി ഒന്ന് പരിശ്രമിക്കാമോ, നിങ്ങൾക്ക് ഭാഗ്യം സുനിശ്ചിതമാണ്. ഈ ഓരോ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയങ്ങൾ, അതായത് ഒരു രാശിമാറ്റം മൂലം വന്നു ചേരുന്ന രാജയോഗങ്ങൾ, ആ സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാതിരുന്ന് ആ രാജയോഗം വന്നല്ലോ, എനിക്കിനി ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് കരുതി നമ്മൾ ഒരിടത്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രാജയോഗങ്ങളുടെ ഫലങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. ആ സമയത്ത് ഈ രാജയോഗങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പ്രവൃത്തി നമ്മൾ കഴിവിൻ്റെ പരമാവധി കാഴ്ചവെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഏത് മേഖലയിലാണോ, തൊഴിലാണെങ്കിൽ തൊഴിൽ, വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പൂർണ്ണമായും കിട്ടും. അതുകൊണ്ട് നവംബർ 10 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾ നിസ്സാരമായി കാണാതെ ഇനി പറയാൻ പോകുന്ന നക്ഷത്രങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രക്കാരും നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ വലിയ രീതിയിലുള്ളൊരു വിജയം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് കർക്കിടകൻ രാശിയാണ്. പുണർദം, പൂയം, ആയില്യം. കർക്കിടകൻ രാശിയിൽ വ്യാഴചന്ദ്ര സംയോഗം മൂലം രൂപപ്പെടുന്ന ഗജകേസരി രാജയോഗ ഭാഗ്യത്താൽ കർക്കിടകൻ രാശിക്കാർക്ക് ഏറെ ഗുണകരമായ കാര്യങ്ങളാണ് ഈ ഒരു 3 ദിവസം, അതായത് നവംബർ 10, 11, 12 എന്നീ ദിവസങ്ങളിൽ വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ഏറെ നാളായി മനസ്സിലൊരു ആഗ്രഹം കൊണ്ടു നടക്കുന്നു. പക്ഷേ അതിനുവേണ്ടി കഠിനമായി പരിശ്രമം നടത്തുന്നുണ്ട്. തന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു
ഫലം കാണാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ദിവസം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അതിനുവേണ്ട കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും എന്നത് 100% സത്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യഫലം കൂടെ ഗജകേസരി യോഗഭാഗ്യത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പറയപ്പെടുന്നു. അതായത് കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറെ നാളായുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലീകരിക്കാൻ, അത് നിങ്ങൾക്ക് സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. മറ്റാരുടെയും സഹായം കൂടാതെ സ്വപ്രയത്നത്താൽ മനസ്സിലെ ആഗ്രഹം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നർത്ഥം. പുതിയൊരു വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു പണിത വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കാൻ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ കുടുംബദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ കുടുംബദൈവത്തിന് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ സ്വപ്നം കാണുന്നതിലും അപ്പുറമുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നതിൽ യാതൊരു സംശയവുമില്ല. നവംബർ 10 തീയതി രാവിലെ തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതിന് സാധിച്ചില്ലെങ്കിൽ വീട്ടിലൊരു നിലവിളക്ക് കത്തിച്ചെങ്കിലും ആ കുടുംബദൈവത്തെ മനസ്സുരിക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അച്ചട്ടാണ്. അതുകൊണ്ട് ഈ ഒരു സമയം വേണ്ട രീതിയിൽ 3 ദിവസം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഒന്ന് പരിശ്രമിച്ച് നോക്കൂ. നല്ല രീതിയിലുള്ളൊരു നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇത് അച്ചട്ടായിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കർക്കിടക രാശിക്കാർ കഴിവിൻ്റെ പരമാവധി നവംബർ 10, 11, 12 എന്നീ ദിവസങ്ങളിൽ പരിശ്രമിച്ചാൽ ആ ലഭിക്കുന്ന ഭാഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായ നിങ്ങളുടെ കൂടെ തന്നെ നിത്യവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിത അവസാനം വരെ ആ ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഒരു തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സമയം നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ നല്ലൊരു തൊഴിൽ വരെ നിങ്ങൾക്ക് കിട്ടും. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അതുപോലെ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നല്ല നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. അതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടും ഭാഗ്യം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയം നമ്മൾ പ്രവർത്തിച്ചാൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അവസാനത്തെ ഭാഗ്യരാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട. ഇപ്പോൾ നവംബർ 10 തീയതിയോടുകൂടി കർക്കിടകൻ രാശിയിൽ വ്യാഴചന്ദ്ര സംയോഗം മൂലം രൂപപ്പെടുന്ന ഗജകേസരി ഭാഗ്യയോഗം വൃശ്ചികൻ രാശിക്കാർക്ക് ഏറെ അനുകൂലകരമാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് കാണുന്നത്. അതായത് ഈ 10, 11, 12 അതായത് നവംബർ 2025 നവംബർ 10, 11, 12 എന്നീ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് കാര്യത്തിൽ മനസ്സുറപ്പിച്ച് പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്നു ആ കാര്യത്തിൽ ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നർത്ഥം. വേണ്ട രീതിയിൽ മനസ്സുരുകി ഒന്ന് പരിശ്രമിച്ചാൽ, എന്നും വിഷമിച്ച് മാത്രം ജീവിച്ചാൽ മതിയോ? പോരല്ലോ. വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും മറികടക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. ആ പരിശ്രമത്തിന് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് നവംബർ 10, 11, 12 എന്നീ 3 ദിവസങ്ങൾ. ജീവിത ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ പ്രയാസങ്ങളുടെയൊക്കെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പല നേട്ടങ്ങളും ഈ 3 ദിവസത്തിൽ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫലം കിട്ടും. നിങ്ങളുടെ ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ വരുമാനമൊക്കെ വർദ്ധിക്കുന്ന രീതിയിലുള്ള പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരും. നിലവിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതുമൂലമുള്ള ഭാഗ്യം, അല്ല ബിസിനസ് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതുമൂലം നല്ല രീതിയിലുള്ള സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സാധിക്കും. കുടുംബജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറാൻ പോവുകയാണ്. ദമ്പതികൾക്കിടയിൽ ചിലപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ വക്കുവരെ എത്തി നിൽക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങളിപ്പോൾ നിലവിൽ അനുഭവിക്കുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറി പരസ്പരം അങ്ങോട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ ഒരുക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പിണക്കങ്ങളും പരിഭവങ്ങളും മാറി നല്ലൊരു കുടുംബജീവിതം വീണ്ടും നിങ്ങൾക്ക് പുനരാരംഭിക്കാനുള്ള സമയമാണ് ഈ പറഞ്ഞിരിക്കുന്ന നവംബർ 10, 11, 12 എന്നീ ദിവസങ്ങൾ. ഈ ദിവസം വേണ്ട രീതിയിൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭാഗ്യം ഈ 3 ദിവസത്തിനുള്ളിൽ, അതായത് നവംബർ 10, 11, 12 എന്നീ ദിവസങ്ങൾക്കുള്ളിൽ വൃശ്ചികൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും.
നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു അപ്രതീക്ഷിത നേട്ടം, അല്ലെങ്കിൽ ജീവിതത്തിനൊരു പുതിയ വെളിച്ചം നൽകുന്ന രീതിയിലുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഈ 3 ദിവസത്തിനുള്ളിൽ സംഭവിക്കും. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചെറുതാണെങ്കിൽ കൂടി, ഈ ഒരു 3 ദിവസം വന്നു ചേരുന്ന ഭാഗ്യം ചെറുതാണെങ്കിൽ കൂടി അതിനെ നിസ്സാരമായി കാണാതെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതിൽ നിന്നും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന നവംബർ 10, 11, 12 എന്നീ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ, നല്ല രീതിയിൽ ഈശ്വര വിശ്വാസത്തോടു കൂടി ഒരു ദിവസം തുടങ്ങി ആ ദിവസം, അതായത് ഈ 3 ദിവസങ്ങളിലും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പാണ്. നല്ലൊരു സമയം നിങ്ങൾക്ക് തെളിയാനുള്ള നേരമായിരിക്കുന്നു. വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ വൃശ്ചികം, കർക്കടകം, മേടം ഈ 3 രാശികളിലായി ജനിച്ചിരിക്കുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റത്തിന് ആരംഭമാകാൻ പോവുകയാണ്. കഠിനമായി പരിശ്രമിച്ചുള്ളൂ. അതിൻ്റെ വിജയം നിങ്ങൾക്കിനി തുടർന്നുള്ള ദിവസങ്ങളിൽ ജീവിതത്തിൽ അനുഭവയോഗ്യമായി വന്നു ചേരുമെന്ന കാര്യം അച്ചട്ടാണ്. ഇത് വ്യാഴവും ചന്ദ്രനും കൂടെ സംയോജനം മൂലം, അതായത് വ്യാഴചന്ദ്ര സംയോജനം മൂലം രൂപപ്പെട്ടിരിക്കുന്ന ഗജകേസരി രാജയോഗ ഭാഗ്യത്താൽ വന്നു ചേരുന്നതാണ്. നിസ്സാരമായി തള്ളിക്കളയരുത്. ഈ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു ഭാഗ്യം കൂടെ ആയിരിക്കും. അതുകൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക. വലിയ രീതിയിലുള്ള നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത രാശിഫലവുമായി കാണും വരെ നന്ദി, നമസ്കാരം, ശിവോഹം.